ഇതെന്താ മനസ്സിലായോ? ഇതാണ് കൂവാട്ടോ. നമ്മുടെ കൂവാട്ടം എന്നല്ല, കൂവ. എന്താ ഇന്ന് തിരുവാതിരയില്ലേ, അപ്പോൾ തിരുവാതിര ചെയ്യുമ്പോൾ കൂവ വിരകുമല്ലോ. കൂവ വിരകിയതാണ്. ഇന്നിങ്ങനെ തണുത്തിട്ടില്ലേ, ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ തിരുവാതിര ചെയ്യുമ്പോൾ വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. എന്തെന്നറിയോ? സ്രാവ് മീൻ വറക്കൽ. ഇതാണ്ടോ കഷ്ണം സ്രാവ് കൊണ്ടുവന്നിട്ട് തിരുമ്പി വെച്ചാണ്. ഇതാ പപ്പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ കൂവ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമുക്ക് ശരിക്കും കറുപ്പ് കളർ പോലെ, കറുത്ത വെല്ലാവുമ്പോൾ അല്ലേ, കറുത്ത കളറായിട്ട് വരും. എപ്പോഴേ ഏട്ടന് കഴിക്കാൻ പറ്റില്ല. ഏട്ടന് കണ്ട അലുവ പോലെ കണ്ടില്ലേ, തണുത്ത് കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ കഴിയണവരെ ഇരുന്ന് എല്ലാവരും മനസ്സിലായണ്ടാവോ എന്ത് കൂവാറല്ലേ? ആറാറൂട്ട് ആറാറൂട്ട് എന്ന് പറയില്ലേ അല്ലേ? കൂവയ്ക്കോ? എനിക്കറിയില്ല. പറയാ നമ്മള് കൂവാന്ന് തന്നെ ഇവിടെ പറയില്ല. കൂവ ആരോ റൂട്ടൊന്നും നമ്മുടെ പറയില്ല. അല്ല, ഇംഗ്ലീഷിൽ അതിന് പേര് അതല്ലേ എന്ന് ചോദിക്കുക, ആണോ എന്നുള്ളത്. അറിയില്ല. നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം. ഇങ്ങനെ ഇത് കൂട്ടി കഴിക്കണം അല്ലേ അമ്മ? പിന്നെ ഞാൻ ഇംഗ്ലീഷ് അതാണോ എന്ന് ചോദിച്ചതാണേ. നമ്മുടെ ഇംഗ്ലീഷ് ചോദിക്കണ ഏട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചതേ. അറിയില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം. നിങ്ങളുടെ അവിടെ ഇങ്ങനെ ഉണ്ടാവും? ഓരോ നാട്ടിൽ മാത്രമാണ് ഓരോ ഭാഗത്തും ഓരോ രീതികളാണ്. തിരുവാതിരക്കല്ലേ എല്ലാറ്റിനും. ഇവിടെ കുവ വരകും, എന്താ പപ്പടം അതേപോലെ പഴം കൂടിയും കൂട്ടിയിട്ട് രാവിലെ അത് കഴിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഗോതമ്പ് കഞ്ഞിയില്ലേ, ഗോതമ്പ് കഞ്ഞി, അതേപോലെ തന്നെ പുഴുക്ക്, ചെറുകിഴങ്ങ്, കാവത്ത്, ഇടിച്ചക്കാലമ, വെള്ളപ്പയർ, ചേമ്പ്, ചേന ഒക്കെ പാടിട്ടിട്ട് പുഴുക്കുണ്ടാവും, പപ്പടം ഉണ്ടാവും, അത് കഴിക്കും. ഇപ്പോഴത്തൊന്നും ആദ്യത്തെ പോലെ തിരുവാതിരയും കാര്യങ്ങളൊന്നും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പൂളക്കിഴങ്ങ്, കാവത്ത്, ചേമ്പ്, ചേന, അല്ലമ്മ, വെള്ളപ്പയറൊക്കെ ഇട്ട് അമ്മ തേങ്ങയും ജീരകവും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി അരയ്ക്കൊന്നുമില്ല, കുറച്ച് അരച്ച് കഴിഞ്ഞിട്ട് ഇത് കൂടെ കൂട്ടും. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കടുക് താളിക്കും. ഇതെന്തമ്മോ ഇതിവിടെ മാത്രം ഇങ്ങനെ ഇത് മാത്രം മതിയായിരുന്നേ. ഇവിടെ ആക്കിയ പോലെ തന്നെ ഇവിടെ ആക്കിയാൽ മതിയായിരുന്നേ. ഇപ്പുറത്തെ ഇതോ ഇതാക്കണ്ടോ? നമ്മുടെ അമ്മൂന്റെ ഇവിടെ മാത്രം മതിയായിരുന്നു. ഇതുവരെ ഇത് ഉള്ളത് വേണ്ടായിരുന്നേ. അത് സാരല്ല, അടുത്തതിന് ശരി. ഇന്ന് സാരില്ല, അപ്പം ഇവിടെയും കുറച്ച് വലുതാക്കിക്കോ. ഇതിൻ്റെ അമ്മൂൻ്റെ പൂമ്പാറ്റയാണ് കേട്ടോ. ഇവിടെ ശരിയായി, ഇവിടെ ഇതായില്ല, അത് സാരില്ല. അതൊരു ആർട്ടാണ് കേട്ടോ. കാരണം എന്താ ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ഗ്ലാസ്സാണ്, ചില്ല്. ഇന്ന് രാവിലെ തൊട്ടുള്ള പണിയാണ് കേട്ടോ അമ്മൂൻ്റെ. അപ്പോൾ അതാണ് അവരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ കേട്ടാ. നന്നായില്ലേ അമ്മ? നന്നായി അമ്മ. എന്നാ പൊന്ന അമ്മ മീൻ വറക്കട്ടെ. എന്നാ പൊന്ന അല്ലേ? എവിടെ? അതാ കണ്ടേട്ടാ. അലുവ കഷ്ണം പോലുള്ള മീൻ. ഇനി മലയ്ക്ക് പോണതിൻ്റെ മുമ്പത്തെ ലാസ്റ്റ് മീനാണ് കേട്ടോ അത്. ഇനിയിപ്പം മീനൊന്നും വാങ്ങില്ല അല്ലേട്ടാ. ഇനി നമ്മൾ മലയ്ക്ക് പോയി കഴിഞ്ഞ് വന്നിട്ടേ മീൻ വാങ്ങുള്ളൂ. ഇന്ന് അമ്മ കൂർക്ക കൂട്ടാൻ വെച്ചു, ഞാൻ കുറച്ച് മസാലക്കറി ഉണ്ടാക്കി. ഇപ്പോൾ പറയുന്നേ ആരും ഇല്ലല്ലോ, സുകന്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ. സുകന്യക്കാണ് മസാലക്കറി ഇഷ്ടം. അപ്പം ഞാൻ പറയണേ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതിയായിരുന്നു എന്ന്. എന്ത് മസാലക്കറി? എന്നിട്ട് മസാലക്കറി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് നാളെ
ഇത് ചാറാക്കാൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതാണ്ടോ മസാലക്കറി കണ്ടില്ലേ, ഗ്രീൻ പീസും കൊണ്ട്. ഇന്ന് എൻ്റെ വയറ് നിറഞ്ഞു. ഉച്ചയ്ക്ക് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, കാരണം കൂവ നല്ല പോലെ തിന്ന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്കും എൻ്റെ രണ്ടാമത്തെ മൂത്ത ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കൂവ. അമ്മ അങ്ങനെ ആക്കിയിട്ട് വൈകുന്നേരത്തായിരിക്കും കേട്ടോ എൻ്റെ വീട്ടിൽ. എന്താ വെച്ചാൽ ഓർമ്മയുണ്ടാവില്ല, അമ്മ പണിക്ക് പോണതല്ലേ. അപ്പം ഇങ്ങനെ കൂവ കൊണ്ടുവന്ന് കഴിഞ്ഞ് വെച്ചാൽ തന്നെ വൈകുന്നേരത്ത് വരകി കഴിഞ്ഞിട്ട് രാത്രി കഴിക്കും. ഞങ്ങൾ തിരുതരേനെ കഴിക്കായിരുന്നു കേട്ടോ. നമ്മളിവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യം തന്നെ ചെയ്യുള്ളൂ അമ്മ. ഇതെന്താണെന്നറിയോ, ചൂടുകാലത്ത് കൂവ നല്ലതാണ്. മൂത്രത്തിൽ പഴുപ്പ് വരുമ്പോഴും അതേപോലെ നമ്മൾ ചൂടായിട്ട് വയറിന് ചൂട് പിടിച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ചിലവർക്ക് വയറ്റുന്നൊക്കെ ഉണ്ടാവില്ലേ, മുട്ട കഴിച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ഏട്ടാ. അപ്പോൾ വയറിനൊക്കെ ഇങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാ, നല്ലൊരു മരുന്നാണ് കേട്ടോ. പക്ഷേ ചിലവർക്ക് തണുപ്പ് പറ്റാതെ ഇതാണ്ടോ അനിയാസിനൊക്കെ കണ്ടില്ലേ, അതുപോലെ ആവുള്ളൂ. ഇതെന്താണെന്നറിയോ, ഇങ്ങനെ എണ്ണ കഴിക്കണത് ഒക്കെ പാടാട്ടല്ലേ. എണ്ണ കുറച്ച് ഓയിലുണ്ടായിരുന്നേ, അപ്പോൾ അത് ഞാനതിൽ ഒഴിച്ചു കേട്ടോ. കാരണം എന്താ വെണ്ണക്കല്ല് പോലെ കിടക്കുന്നുണ്ടോ അല്ലേ നമ്മുടെ ഇവിടെ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, ഒരു പ്രാവശ്യം നമ്മൾ സ്രാവ് വാങ്ങാണ്ട് നമ്മുടെ അച്ഛൻ തെറ്റിയിരിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിരുവാതിര ദിവസം സ്രാവ് ഞങ്ങളുടെ ഭാഗത്തില്ല കേട്ടോ അങ്ങനെ സ്രാവ് വാങ്ങണതൊന്നും. പക്ഷെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് അല്ലമ്മ. പക്ഷെ ഇനി ചിലവർ പറയുന്നത് എന്താ പറ്റില്ല. അവരിങ്ങനെ അച്ഛൻ എന്താ ഒരു പ്രാവശ്യം എന്നിട്ട് ഇവിടെ വാങ്ങാണ്ട് തെറ്റിയിരുന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അനിയേട്ടനൊക്കെ പണി മാറ്റി വരുന്ന സമയത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഏട്ടന് ഓർമ്മ ഉണ്ടോ അത്? അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇല്ല. ഓ അതാ പറയുന്നതേ. ഇതിപ്പോൾ ചിലപ്പോൾ ഇനി ഇത് വറക്കുന്നത് കാണുമ്പോൾ കൂട്ടുകാർ പറയുണ്ടാവും, എന്താ നിങ്ങൾ ഈ സ്രാവ് മീനോടൊക്കെ സ്രാവ് മീൻ തിരുവാതിര ഇല്ലാത്തവർ ഈ സ്രാവ് മീനും പുഴുക്കും അതേപോലെ തന്നെ കറി മോരുക്കൂട്ടാന എന്താ കറി വെച്ചാൽ അതും പപ്പടവും ഒക്കെപ്പാടെ കൂട്ടിയിട്ടാ ചോറിനല്ലമ്മ. അമ്മയുടെ വീട്ടിൽ അമ്മ ചെറുതാവുമ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെ, അതാണ് പറയുന്നത്. ഓരോ ഭാഗത്ത് ഞങ്ങളുടെ ആ ഭാഗത്ത് ഇല്ല കേട്ടോ. ഞങ്ങളുടെ ആ ഭാഗത്ത് ഈ കൂവ വരകലും ഈ പുഴുക്കും കഞ്ഞിയൊക്കെയാണ്. അതിപ്പോ എവിടെ തിരുവാതിര, അന്ന് തിരുവാതിരക്കുളി എന്നൊക്കെ പറഞ്ഞു, തിരുവാതിരക്കുളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ തിരുവാതിരക്കുളിയൊക്കെ ഉള്ളത്? എന്നും തിരുവാതിര എന്നും ഓണാണ്, പിന്നെന്താണ്? അങ്ങനെയല്ല പണ്ടൊക്കെ. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എന്താ ഇങ്ങനെ ഓരോ ആൾക്കാരുണ്ടാവുമല്ലോ, നല്ല നല്ല തറവാട്ടുകാരുണ്ടാവുമല്ലോ. അവർ തിരുവാതിര ദിവസം രാവിലെ കുളിക്കാൻ പോകുമ്പോൾ പാട്ടൊക്കെ പാടും അല്ലമ്മ. പാട്ട് പാടുകയൊക്കെ ചെയ്യും. എന്താ അത് ചെയ്യായിരുന്നു. പിന്നെ രാത്രി ആകുമ്പോഴല്ലേ എന്താ അതേപോലെ തന്നെ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തിരുവാതിരക്കളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും സത്യം പറയാ ഇപ്പൊ എന്താ ഈ പരിപാടികളൊക്കെ നമ്മുടെ അമ്മൂനും അച്ഛനും ഒന്നും അറിയില്ല. അമ്മ അതൊന്ന് എണ്ണ കിരിഞ്ഞു വരുന്നു. എന്താ നോക്കും ഉരുകി വരിയത്. ഇത് മാറ്റണം, നീ കുറച്ച് പൊടിയണമെന്നില്ല, ഒന്നും വേവട്ടയിലേ. ഇവിടെ പുതിയ വീട്ടിലില്ലേ, ഇപ്രാവശ്യം നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ കെട്ടുനിറ. നമ്മളത് ആദ്യമേ പറഞ്ഞതാണ്, നമ്മുടെ വീട് ആയി കഴിഞ്ഞു വെച്ചാൽ നമുക്കപ്പോൾ കെട്ടുനിറ അതിൽ വെച്ച് നടത്തണം. അന്ന് നമുക്കൊരു സ്പെഷ്യൽ പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ. അത് നമ്മളൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഞാനേ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവട്ടെ, ചിലതൊക്കെ നമ്മൾ വിചാരിച്ച് പറയാനായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ്, വീടായി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീടായി കഴിഞ്ഞാൽ അതിൽ വെച്ചിട്ട് 4 പേരും കെട്ടുനിറച്ച് പോകണം എന്നുള്ളത്, ആദ്യത്തെ കെട്ടുനിറ പുതിയ വീട്ടിലാവണം എന്നുള്ളത് ഞാൻ അനിയൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു. എന്താ പക്ഷേ
നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അനിയേട്ടൻ പറഞ്ഞതാണ് മാർച്ചൊക്കെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് വീടിൻ്റെ ഫംഗ്ഷൻ നടത്താം, സ്കൂളൊക്കെ പൂട്ടില്ലേ, മാർച്ച് ഏപ്രിലിൽ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കല്യാണ വാർഷിക സമയത്താണ് വീടിൻ്റെ ഫംഗ്ഷൻ നടത്തണമെന്ന് നമ്മൾ വിചാരിച്ചു. മെയ് 6-ാം തീയതിയാണ് നടത്തണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പണി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നേരത്തെ കയറണമല്ലോ അല്ലേട്ടാ. അപ്പോൾ നമ്മൾ എന്തായാലും കെട്ടുന്നറ മക്കളുടെയും ഏട്ടൻ്റെയൊക്കെ കെട്ടുന്നറ അതിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ പുതിയ വീട്ടിൽ. ഇപ്പോഴാണ് പറഞ്ഞാൽ പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ കിടക്കുകയല്ലേ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ ദാം ധൂമാവും. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എവിടെ എവിടെ ഇവിടെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ വൃത്തി കുറവൊന്നുമില്ല. ചെയ്തിട്ടില്ലല്ലോ. ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു അവിടെ വെച്ചിട്ട് കെട്ടുനിറയ്ക്കണം എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശുദ്ധത വഴി കെട്ടുനിറച്ച് പോകണം എന്നുള്ളത്. അതും കൊണ്ടാണ് നമ്മളവിടെ ഇപ്പോൾ ഇറച്ചി മീനും അങ്ങനെയുള്ളതൊന്നും ചെയ്യാത്തത്. നമ്മൾ ആദ്യം തന്നെ അതിൽ ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കണം. അത്യാവശ്യം നല്ല ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ കെട്ടുനിറ വീട്ടിൽ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. എന്താ നല്ല രസമല്ലേ വീട്ടിൽ കെട്ടുനിറയ്ക്കുമ്പോൾ. എൻ്റെ വീട്ടിലൊക്കെ വെച്ചിട്ട് കെട്ടുനിറ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വാമിമാരൊക്കെ നമ്മൾ എന്താ ഭജന ഉണ്ടാവും, അന്നദാനം ഉണ്ടാവും. അതൊക്കെ ഒരു ഭയങ്കര ഒരു രസമാണ്. കുറേ സ്വാമിമാരൊക്കെ കൂടിയിട്ട് കെട്ടുനിറയ്ക്കുമ്പോൾ. ഇവിടെ പിന്നെ കുറേ അടുത്ത കൊല്ലം എന്താ ഞാൻ പറയുന്നില്ല എൻ്റെ. അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സാധിക്കട്ടെ, സാധിക്കുകയാണ്. ഇതിപ്പോൾ വീട്ടിൽ കെട്ടുനിറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു ചിലവുണ്ടാവും കേട്ടോ. ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തന്നെ ഉണ്ടാവുള്ളൂ, ഒരുപാട് വലുതെന്നല്ല. നമ്മൾ അന്നദാനം കൊടുക്കണം. തലേ ദിവസമാണ് കെട്ടുനിറയ്ക്കുന്നത് പറഞ്ഞു വെച്ചാൽ പിറ്റത്തെ ദിവസം പോവുള്ളൂ. തലേ ദിവസം രാത്രി കെട്ടുനിറച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് മലയ്ക്ക് പോകാനുള്ള രീതിയിലാണ് തീരുമാനിച്ചേക്കുന്നത് അല്ലേ. അങ്ങനെയാണ് കേട്ടോ തീരുമാനിച്ചേക്കുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾ തന്നെ, നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് അറിയാലോ, കെട്ടുനിറ സമയത്തുള്ള ഭക്ഷണം നമ്മൾ തന്നെയാണ് കൊടുക്കാറ്. അത് എത്ര വർഷമായില്ലേ, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഉച്ചക്ക് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഉച്ചക്ക് 10 മണിയാകുമ്പോഴേക്ക് പോവില്ലേ. ഉച്ചക്ക് ഇതും നമ്മുടെ ഇവിടെ കെട്ടുനിറയെന്ന് പറഞ്ഞാൽ ഉച്ചത്തെ ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടാ. 10 മണിയാകുമ്പോൾ ഗുരുവായൂരെത്തിയിട്ടുണ്ടാവും. 10 മണിക്ക്. അപ്പോഴും നമ്മൾ വൈകുന്നേരത്താണ് ഏട്ടൻ്റെയൊക്കെ കെട്ടുനിറ വരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഉച്ചത്തെ ഭക്ഷണം കൊടുക്കലുണ്ടാവില്ല. വൈകുന്നേരത്തെ നമ്മൾ ഇഡ്ഡലി, സാമ്പാർ, ചട്നി അതൊക്കെ തന്നെയായിരിക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ സ്വാമിമാർക്ക് പിന്നെ ഉപ്മാവോ. എന്തായാലും അതും ഒരാഘോഷം വരുന്നുണ്ട്. അന്നത്തെ ദിവസം അവിടെ കിടക്കാവർക്ക് രാവിലെ എല്ലാരും കൂടി അമ്പലത്തിൽ കെട്ടുനിറച്ചിട്ട് പരിപാടിയുടെ അന്നത്തെ ദിവസമാണ് കെട്ടുനിറി. അപ്പോൾ ഞാനിങ്ങനെ ഏട്ടനോടല്ല ഇവിടുത്തെ ഗുരുസ്വാമിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അതിനെന്താ, നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാലോ. അതിനിപ്പോൾ ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നും വരില്ല. നിങ്ങൾ എത്രത്തോളം ചിലവാക്കണോ അത്രത്തോളം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുക അത്. അപ്പം നമ്മുടെ നാളെ ഇവിടെ ഇത് വന്ന സമയത്ത് ചോദിച്ചിരുന്നു ഇഡ്ഡലിക്ക് സാമ്പാറിനൊക്കെ എത്രയോന്ന്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് എത്ര 2000 രൂപയുടെയൊക്കെ ഉള്ളിൽ വന്നുള്ളൂ അല്ലേ. എന്താ 100 ഇഡ്ഡലിയൊക്കെ വാങ്ങിയിട്ടില്ലേട്ടാ. അപ്പോൾ അത്രയൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം മാത്രമേ ഉണ്ടാവുള്ളേ. കെട്ടെടുത്ത് നേരെ അമ്പലത്തേക്ക് പോവല്ലേ, അവരവിടുന്ന് കെട്ടുനിറക്കി അങ്ങോട്ട് പോവല്ലേ. തലേ ദിവസത്തെ തലേ ദിവസം വൈകുന്നേരത്ത് നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ എന്താ പിറ്റേ ദിവസം പിന്നെ ഇതില്ലല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതാണ് നമ്മൾ അപ്പോൾ അവിടെ ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കണം, നല്ല ശുദ്ധത വഴി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാല ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ അവിടെ തന്നെ ഭക്ഷണം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സ്വാമിമാർക്കുള്ള ഫുഡൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കാമല്ലോ അല്ലേ. ഇത്രയും എങ്ങനെ പറയാ, വേവോളം കാക്കാൻ 6 കാക്കണ്ടേലമ്മ. അപ്പോൾ ചിലവർ പറയും വീട് പട്ടിണിക്ക് ഇടാണ്. പട്ടിണിക്ക് ഇടണമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ വെള്ളമൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും മക്കളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിക്കണമുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കഴിയട്ടെ. പിന്നെയും എന്നാലും ഞങ്ങൾ ചിലപ്പോൾ വൈകുന്നേരത്തെ ചോറൊക്കെ വെക്കണ്ടാവുള്ളൂ.
തികയില്ലെങ്കിൽ ഇവിടെ വെക്കണ്ടല്ലോ പറഞ്ഞിട്ട് അവിടെ വെക്കുള്ളൂ. അപ്പോൾ നോക്കാം എന്താണ് എവിടം വരെ എത്തും എന്നൊക്കെ ഉള്ളത് അല്ലേ. ഞാനും നല്ല കാത്തിരിപ്പിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതെന്തായിരിക്കും എങ്ങനെയായിരിക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരുടെ ഒഴിവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ് എന്താ വെച്ചാൽ അനിയേട്ടനും കിച്ചുവിനൊക്കെ അയ്യപ്പ സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിശ്വാസമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വീടായി കഴിഞ്ഞു വെച്ചാൽ പുതിയ വീട്ടിൽ വെച്ചിട്ട് മുടക്കങ്ങളൊന്നും ദൈവം തരാതിരിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ അത് ചെയ്യണം എന്നുള്ളത്. അതിൽ കിച്ചുവിനെ നമ്മൾ ശബരിമലയിൽ വെച്ചിട്ട് ചോറ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് അവന് ചോറ് കൊടുക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. ഒരു കാര്യം അവൻ്റെ കാര്യങ്ങൾ 6-ാം മാസത്തിൽ ചോറ് കൊണ്ടേ കൊടുക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചതാ, ഒന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ അവനെ ശബരിമലയ്ക്ക് പോണ സമയത്ത് അവിടെ കൊണ്ടുപോയിട്ട് പൈസ കൊടുത്ത് ചോറ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ എന്തായിട്ടും മേൽശാന്തി പറഞ്ഞു നിങ്ങൾ പൈസ അവിടെ വെച്ചിട്ട് പോയിക്കോളി, അവൻ ഇറച്ചി മീനൊക്കെ കഴിക്കാൻ തുടങ്ങിയില്ലേ, അപ്പോൾ വെച്ചിട്ട് പൊക്കോളെന്നും പറഞ്ഞു. എന്തായാലും അവൻ്റെയും ഒക്കെപ്പാട് നേർച്ചയായിട്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ദൈവം മുടക്കങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ അതെന്തായാലും നടത്തുകയാണ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കൂട്ടുകാർക്കില്ലേ കുറേ പേർക്ക് നല്ലൊരു അനുഭവമായിരിക്കും അല്ലേ. കാണാത്ത ഞാൻ തന്നെ 10-35 വർഷമായിട്ട് ഞാൻ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാൻ പറ്റുകയാണ് പറഞ്ഞാലമ്മ എല്ലാവർക്കും ഒരു കൗതുകമല്ലേ. അപ്പം അതങ്ങനെ എന്തായാലും നല്ല രീതിയിൽ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ഇതാ നമ്മുടെ മീൻ കണ്ടോ, എണ്ണയൊക്കെ ശരിയായിട്ടോ. ഇനി ഇത് മതിയണോ? പോരെ. എനിക്കൊരു മുളക് വറുത്ത പുളി, വേറൊന്നും വേണ്ട കേട്ടോ. ഈ മുളക് വറുത്ത പുളി മാത്രം മതി. കണ്ട അനിയേട്ടനെ അച്ഛനൊക്കെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞിട്ട് അനിയേട്ടനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ വയ്യാതെ ആയിക്കണു കേട്ടോ. കുറേ ഡോസ് ആശുപത്രി പോവല്ലേ, എനിക്ക് ആശുപത്രി പോകും. അച്ചുട്ടിക്കും പോയില്ലേ? അതിൻ്റെ കൂടെ വന്നപ്പോൾ അവളൊന്ന് കാണിച്ചെന്നുള്ളൂ. അവൾക്കല്ല പ്രശ്നമൊക്കെയാ, രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. അവൾക്ക് മുഖത്തൊരു പാടല്ലോ, എനിക്കും ഉണ്ടാൻ വയ്യ. അപ്പൊ ആർക്ക് പ്രശ്നം? ഏട്ടന്. രണ്ടുപേർക്കും ആശുപത്രിയിൽ പോയി വന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാഴനനിയുമ്പോ ചീരനനിയാർന്ന് എന്റെ ആവശ്യത്തിന് പോകുമ്പോൾ അവളെ കൊണ്ടുപോയിന്നല്ലോ. എന്തായാലും അവൾക്ക് പ്രത്യേകിച്ച് കാണുന്നില്ല. അച്ഛോ അച്ഛനെ മുഖർന്ന് കാണിച്ചു കൊടുക്കച്ചു. അത് അറിയണമെന്നില്ല, ചെറിയൊരു നിറ വ്യത്യാസം വന്നിട്ടുണ്ട്. വിറ്റാമിൻ്റെ പ്രശ്നം. വിറ്റാമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ ആ കുട്ടി ഒരു പച്ചക്കറി ആ കുട്ടി തിന്നില്ല, ഒരു സാധനം. വെറുതെ ഉരുളക്കിഴങ്ങ് തിന്നും, അത് നല്ലോണം കഴിക്കും. അത് നല്ല എണ്ണയിലിട്ട് വേവിച്ചിട്ട് 2 എണ്ണം നുറുക്കി വേവിച്ച് വെള്ളത്തിൽ വേവിക്കും, എന്നിട്ട് പിന്നെ എണ്ണയിൽ വറക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. അവളത് ഉണ്ടാക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. കൊടുക്കൊന്നുമില്ല, അവളുണ്ടാക്കും സുഖമായി. അതേപോലെ പിന്നെ അച്ചൂന് പറഞ്ഞ പിന്നെ അച്ചൂന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അച്ചുട്ടി വല്ലാണ്ട് ഇങ്ങനെ പച്ചക്കറിയല്ല, മുട്ട കഴിക്കില്ല, പപ്പടം അല്ലമ്മ, പപ്പടം ചിക്കനാണ്. ചിക്കനൊക്കെയാണെന്ന് വെച്ചാൽ കോഴിയാണ് പറഞ്ഞ വെച്ചാൽ കുറച്ചെങ്കിലും അങ്ങനെ കഴിക്കും. അത് അവൾക്ക് പറ്റിയ. പക്ഷെ കറി വെച്ചത് തൊട്ട് നോക്കില്ല. കറിയത്തെ മീനല്ല, വറുത്തതാണ് ഇപ്പം അധികം എല്ലാ മക്കൾക്കും ഇഷ്ടം. അപ്പോൾ നമ്മളിതാ അനിയൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞ് പോവാട്ടോ. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.